ശരിക്കും കേരളത്തിലൊരു പൊളിറ്റിക്കൽ ഗെയിം നടന്നോ എന്ന് നമുക്ക് സംശയിക്കാം. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നത് 3 പേരാണ്. ഇതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് വി.ഡി. സതീശനാണ്. കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ യു.ഡി.എഫിന്റെ അണികളും ഘടകകക്ഷികളും എല്ലാവരും താല്പര്യപ്പെട്ട ആൾ തന്നെ നമുക്ക് മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ജനകീയ നേതാവായി പറയുന്ന വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വന്നു. പക്ഷേ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഗെയിം നടന്നോ എന്ന് സംശയിക്കുന്നത് കാരണം ഇവിടെ കെ.സി. വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ ഇതിൽ ശരിക്കും ഇവിടെ തർക്കം നടക്കേണ്ടിയിരുന്നത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമാണ്. കെ.സി. വേണുഗോപാലിന്റെ വരവോടുകൂടി ഇത് 3 ആളുകളിലേക്ക് ഇത് വീതിക്കപ്പെടുകയും അതുപോലെ തന്നെ ഹൈക്കമാൻഡിന് വലിയൊരു തലവേദനയായി മാറുകയും ചെയ്തു. പക്ഷേ ജനങ്ങൾ ഇവിടെ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങി. അതായത് യു.ഡി.എഫിന്റെ അണികൾ വലിയ പ്രതിഷേധങ്ങളും ഫ്ലക്സ് ഉയർത്തലുകളും മറ്റൊക്കെ ചെയ്ത് ഹൈക്കമാൻഡിന് മുൻപിൽ ഏറ്റവും ജനകീയ നേതാവ് അത് വി.ഡി. സതീശൻ തന്നെയാണെന്ന് പ്രൂവ് ചെയ്തു. അതോടുകൂടെ രമേശ് ചെന്നിത്തലയുടെ ആ ഒരു അവകാശവാദത്തിന് വലിയൊരു മങ്ങൽ സംഭവിക്കുകയും കെ.സി. വേണുഗോപാൽ അതിൽ നിന്നും പിന്മാറുകയും ചെയ്തതോടുകൂടി വി.ഡി. സതീശന് കാര്യങ്ങൾ എളുപ്പമാവുകയും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും ചെയ്തു എന്നതാണ് ഒരു ചെറിയ പൊളിറ്റിക്കൽ ഗെയിം നടന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ അതിന് അവകാശമുള്ള ഒരാൾ വി.ഡി. സതീശൻ തന്നെയാണ്. കാരണം കോൺഗ്രസ് വലിയ ഒരു വെല്ലുവിളി നേരിട്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും നിർജീവമായിരുന്ന സമയത്ത് കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഘടകകക്ഷികൾക്ക് പോലും വലിയൊരു ഉണർവ് നൽകുന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ അണികളെയും യു.ഡി.എഫിന്റെ ഘടകകക്ഷികളുടെ അണികളെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അണികളെയൊക്കെ ഊർജ്ജം നൽകി കൊണ്ടുവന്നത് വി.ഡി. സതീശനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണവും ആ ഒരു നിലക്കായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.